ഹായ് സ്റ്റുഡൻസ്, ഡയറക്റ്റിംഗ് എന്നുള്ള ചാപ്റ്ററിൽ എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് അതിൽ നമ്മൾ സൂപ്പർവിഷൻ, മോട്ടിവേഷൻ അത്രയാണ് ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ എലമെൻ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പിനെ കുറിച്ചാണ് പറയാനുള്ളത്. ലീഡർഷിപ്പ് നിങ്ങളെല്ലാവരും കേട്ടുള്ള കാര്യമാണ്. എന്താണ് ലീഡർഷിപ്പ് അല്ലെങ്കിൽ എന്താണ് ലീഡർ? ഒരുപക്ഷെ നിങ്ങൾ ഇത്രയും കാലത്തിനിടയ്ക്ക് പലപ്പോഴെങ്കിലും ക്ലാസ്സിലൊരു ലീഡറായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലൊരു ലീഡറായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ലീഡർഷിപ്പിൻ്റെ മീനിങ്, ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ, ലീഡർഷിപ്പ് സ്റ്റൈൽ, ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ എന്ത് ചെയ്യാനുള്ളത്, ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ ചർച്ച ചെയ്യാമെന്നാണ് കരുതുന്നത്. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡയറക്റ്റിംഗ് എന്നുള്ള മാനേജ്മെന്റ് ഫംഗ്ഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു മാനേജർ അയാൾ ഡയറക്റ്റിംഗ് എന്നുള്ള ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അയാൾ ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ അയാൾ സഞ്ചരിക്കേണ്ട റോളുകളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സൂപ്പർവൈസർ എന്നുള്ള റോളിലൂടെ അയാൾ പോയിരിക്കണം, നല്ലൊരു മോട്ടിവേറ്റർ ആയിരിക്കണം, പിന്നെ അയാൾ ആര് കൂടിയായിരിക്കണം, നല്ലൊരു ലീഡറും ആയിരിക്കണം. എങ്കിലേ സബോർഡിനേറ്റ്സിന് അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, സ്വാധീനിക്കാനും അയാൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സ്ഥാപനം ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എംപ്ലോയീസിനെ എത്തിക്കാനും കഴിയുള്ളൂ. അപ്പോൾ ഏതൊരു സ്ഥാപനത്തിന്റെ വിജയത്തിൽ ഈ ലീഡർഷിപ്പിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡയറക്റ്റിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ്, അതിന് ലീഡർഷിപ്പ് തന്നെ. ഇപ്പോൾ പല സ്ഥാപനങ്ങളിലെ വിജയം ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാം, എന്താ പറയുക, അസിം പ്രേംജി, വിപ്രോ എന്ന സ്ഥാപനത്തെക്കുറിച്ച് ആ പേരില്ലാതെ നമുക്ക് കേൾക്കാൻ കഴിയില്ല. ഇപ്പോൾ റിലയൻസ്, അംബാനി എന്നുള്ള പേരില്ലാതെ റിലയൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഓർക്കാൻ കഴിയില്ല. അതേപോലെ മൈക്രോസോഫ്റ്റ്, ബിൽ ഗേറ്റ്സ്. അപ്പോൾ ബിൽ ഗേറ്റ്സ് എന്നില്ലാതെ എന്തില്ല, മൈക്രോസോഫ്റ്റ് ഇല്ല എന്ന് പറയുന്ന പോലെ പല സ്ഥാപനങ്ങളുടെയും വിജയത്തിന്റെ പിന്നിൽ ചുക്കാൻ പിടിച്ച ചില ലീഡേഴ്സ് ഉണ്ടായിരിക്കും. ആ ലീഡേഴ്സ് ഇല്ലാതെ എന്ത് ചെയ്യില്ല, അത് ആ സ്ഥാപനത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ പോലും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഒരു സ്ഥാപനത്തിൽ. അപ്പോൾ ഇനി എന്താണ് ലീഡർഷിപ്പ്, എന്താണ് അതിൻ്റെ മീനിങ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ഇതൊക്കെയാണ് നമുക്കിതിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ ഒരു മാനേജർ അയാൾ ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അയാൾ ഒരു സൂപ്പർവൈസർ ആയിരിക്കണം, നല്ലൊരു മോട്ടിവേറ്റർ ആയിരിക്കണം, കൂടാതെ അയാൾ ആര് കൂടി ആയിരിക്കണം, നല്ലൊരു ലീഡർ ആയിരിക്കണം. അപ്പോൾ എന്താണ് ലീഡർഷിപ്പ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ലീഡർഷിപ്പ് ഇൻഡിക്കേറ്റ്സ് ദ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു മെയിൻറ്റെയിൻ ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻ വിത്ത് ഫോളോവേഴ്സ് ആൻഡ് മോട്ടിവേറ്റ് ദം ടു കോൺട്രിബ്യൂട്ട് ഫോർ അച്ചീവിംഗ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. Leadership is the process of influencing the behavior of people by making them strive voluntarily towards achievement of organizational goals. അപ്പോൾ നോക്കൂ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഫോളോവേഴ്സിനെ സ്വാധീനിക്കാനുള്ള, ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ, വ്യക്തികളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുക എന്നൊരു പ്രക്രിയയാണ് ലീഡർഷിപ്പ്. അതിലൂടെ അവരെന്ത് ചെയ്യണം, സ്വമേധയാ അവരെന്ത് ചെയ്യണം, പ്രവർത്തിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. ആ സ്വമേധയാ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള അത്തരത്തിലുള്ള അവരുടെ സ്വഭാവത്തിൽ ഒരു സ്വാധീനം ചെലുത്താനുള്ള ഒരു കഴിവിനെയാണ് ലീഡർഷിപ്പ്, നേതൃത്വം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. നോക്കൂ, ലീഡർഷിപ്പ് ഇൻഡിക്കേറ്റ് ദ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ കഴിവാണ് എന്തെന്ന് പറയുന്നത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. എന്തിനുള്ള കഴിവ്? ടു മെയിൻ ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻ വിത്ത് ഫോളോവേഴ്സ്, അയാളുടെ അനുയായികളുമായി നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻ, നല്ലൊരു വ്യക്തിബന്ധം സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു കഴിവ്. ആൻഡ് മോട്ടിവേറ്റ് ദം, അവരെ പ്രചോദിപ്പിക്കാനുള്ള ഒരു കഴിവ്. എന്തിലേക്ക്? ടു കോൺട്രിബ്യൂട്ട് ഫോർ അച്ചീവിംഗ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്താണോ അതിലേക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ അവർ സ്വമേധയാ നൽകാൻ അവരെ പ്രചോദിപ്പിക്കുക, അവരുടെ സ്വഭാവത്തെ സ്വാധീനിക്കുക. ഇതിനുള്ള മറ്റൊരു വ്യക്തിയുടെ കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത് നേതൃത്വം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. നോക്കൂ, ലീഡർഷിപ്പ് ഈസ് ദ ആക്ടിവിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ ടു സ്ട്രൈവ് വില്ലിംഗ്ലി ഫോർ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ്. അപ്പൊ നോക്കൂ, സ്ട്രൈവ് വില്ലിംഗ്ലി ഫോർ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ്, ഒരു ഗ്രൂപ്പിന്റെ ലക്ഷ്യത്തിലേക്ക്, ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി സ്വമേധയാ പരിശ്രമിക്കാൻ ഒരു വ്യക്തിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റം, ആ മാറ്റത്തെയാണ് എന്തെന്ന് പറയുന്നത് ലീഡർഷിപ്പ് എന്ന് പറയാം. അപ്പൊ ലീഡർഷിപ്പ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിംപ്ലി അനുയായികളെ പ്രചോദിപ്പിക്കാനും സ്വാധീനിക്കാനുമുള്ള ഒരു വ്യക്തിയുടെ, ലീഡറുടെ കഴിവിനെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇനി ചർച്ച ചെയ്യാനുള്ള ഈ ലീഡർഷിപ്പിന്റെ ഫീച്ചേഴ്സ് എന്തെല്ലാം, സവിശേഷതകൾ എന്തെല്ലാം, വളരെ എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞു പോകാവുന്ന ഒരു 5 സവിശേഷതകൾ. ഒരു ലീഡർ ആരൊക്കെയാണ്?
നോക്കൂ, ലീഡർഷിപ്പ് ഇൻഡിക്കേറ്റ് എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. നോക്കൂ, മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ് എന്തെന്ന് പറയുന്നത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു ലീഡർ ആരായിരിക്കണം? മറ്റുള്ളവരെ, അനുയായികളെ, അയാളുടെ ഫോളോവേഴ്സിന്റെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ അയാൾ ആരെന്ന് പറയാൻ കഴിയുള്ളൂ, ഒരു ലീഡർ ആണെന്ന് പറയാൻ കഴിയുള്ളൂ. പിന്നെ പറയുന്നു, ലീഡർഷിപ്പ് ട്രൈസ് ടു ബ്രിങ് ചേഞ്ച് ഇൻ ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ സ്വഭാവത്തെ സ്വാധീനിക്കാനും അതിൽ മാറ്റങ്ങൾ വരുത്താനുമുള്ള ഒരു കഴിവും കൂടിയാണ് എന്തെന്ന് പറയുന്നത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ളവരുടെ സ്വഭാവത്തെ സ്വാധീനിക്കുകയും ആ സ്വഭാവത്തിൽ എന്ത് ചെയ്യാനും കഴിയണം? മാറ്റങ്ങൾ കൊണ്ടുവരാനും കഴിയണം. പിന്നെ മൂന്നാമത്തെ പോയിന്റ് പറയുന്നു, ലീഡർഷിപ്പ് ഇൻഡിക്കേറ്റ്സ് ഇന്റർപേഴ്സണൽ റിലേഷൻ ബിറ്റ്വീൻ ലീഡേഴ്സ് ആൻഡ് ഫോളോവേഴ്സ്. ഇന്റർപേഴ്സണൽ, വ്യക്തിബന്ധങ്ങൾ, ലീഡേഴ്സും ഫോളോവേഴ്സും തമ്മിലുള്ള വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും, നല്ലൊരു വ്യക്തിബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ലീഡർഷിപ്പാണ്. പിന്നെ ലീഡർഷിപ്പ് ഈസ് എക്സസൈസ്ഡ് ടു അച്ചീവ് കോമൺ ഗോൾ ഓഫ് ദി ഓർഗനൈസേഷൻ. ഈ ലീഡർഷിപ്പ് എക്സസൈസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നേതൃത്വം ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? സ്ഥാപനത്തിന്റെ പൊതുവായ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം. പിന്നെ ലീഡർഷിപ്പ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു തവണ ചെയ്യേണ്ട ഒരു പ്രക്രിയയല്ല. പിന്നെ എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇത്രയാണ് ലീഡർഷിപ്പിന്റെ സവിശേഷതകൾ. വളരെ സിമ്പിളാണ്, നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഈ ലീഡർഷിപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. എന്നുവെച്ചാൽ ഒരു ലീഡറുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ലീഡർഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് രണ്ടും നമുക്ക് അങ്ങനെ പറയാം. നോക്കൂ, ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ. ഒരു സ്ഥാപനത്തില് പല സ്വഭാവക്കാരും പല തരക്കാരും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇവരെ എല്ലാവരെയും നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന നല്ല ലീഡേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ ലീഡർഷിപ്പിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? അത്തരത്തിലുള്ള വ്യക്തികളെ സ്വാധീനിക്കുക എന്നുള്ളതാണ്. നോക്കൂ, ലീഡർഷിപ്പ് ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ ആൻഡ് മേക്ക് ദം പോസിറ്റീവ്ലി കോൺട്രിബ്യൂട്ട് ദെയർ എനർജീസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പൊ സബോർഡിനേറ്റ്സിനെ അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ അല്ലെങ്കിൽ അവിടുത്തെ വർക്കേഴ്സിനെ അവരുടെ സ്വഭാവത്തെ സ്വാധീനിച്ചുകൊണ്ട് അവരുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അവരുടെ മുഴുവൻ എനർജിയും സ്ഥാപനത്തിന്റെ ബെനിഫിറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഗുഡ് ലീഡേഴ്സ് ആൾവേസ് പ്രൊഡ്യൂസ് ഗുഡ് റിസൾട്ട്സ് ത്രൂ ദെയർ ഫോളോവേഴ്സ്. നല്ല ലീഡേഴ്സ് എല്ലായ്പ്പോഴും എന്തായിരിക്കും ചെയ്യുക? നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും അവരുടെ ഫോളോവേഴ്സിലൂടെ, അവരുടെ അനുയായികളിലൂടെ നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നല്ലൊരു ലീഡർ എന്ന് പറയുന്നത്. അപ്പോ ഒരു മാനേജർ ഒരു ലീഡർ ആയിരിക്കണം. ആ ലീഡർ എങ്ങനെയായിരിക്കണം? സബോർഡിനേറ്റ്സിനെ കൊണ്ട് പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുത്ത് സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം. ചെറിയൊരു തടസ്സം, നമ്മുടെ മോണിറ്റർ ഇങ്ങനെ ഇളകുന്നുണ്ട്. അത് വീഡിയോയിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കിയേക്കാം. നന്നായി കാറ്റടിക്കുന്നുണ്ട് ഇവിടെ, അതാണ്. ശരി, ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്, നിങ്ങൾ നോക്കുക കേട്ടോ. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ് പറയുന്നു, മെയിൻറ്റെയിൻ പേഴ്സണൽ റിലേഷൻ. വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ലീഡർഷിപ്പ് സഹായിക്കുന്നു. അല്ലെങ്കിൽ ലീഡർഷിപ്പിന്റെ മറ്റൊരു പ്രാധാന്യമാണ് വ്യക്തിബന്ധങ്ങളുടെ രൂപീകരണം. നോക്കൂ, എ ലീഡർ മെയിൻറ്റെയിൻസ് പേഴ്സണൽ റിലേഷൻസ് ആൻഡ് ഹെൽപ്സ് ഫോളോവേഴ്സ് ഇൻ ഫുൾഫില്ലിംഗ് ദെയർ നീഡ്സ്. He provides needed confidence, support and encouragement and thereby create congenial work environment. ഒരു ലീഡർ എങ്ങനെയായിരിക്കണം? A leader maintains personal relations. ഈ കാറ്റൊന്ന് അവസാനിക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ജനാലകൾ അടച്ചിടേണ്ടി വരും. അപ്പോ പേഴ്സണൽ റിലേഷൻ, നേതൃത്വം നടപ്പാക്കുക വഴി നേതാവ് അനുയായികളുമായി വ്യക്തിബന്ധങ്ങൾ നിലനിർത്തുന്നു എന്നാണ് പറയുന്നത്. ഇത് അനുയായികളെ അവരുടെ താല്പര്യങ്ങൾ നിറവേറ്റുന്നതിന് സഹായിക്കുന്നു. പിന്തുണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് നേതാവ് അനുകൂലമായ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. നോക്കൂ, എ ലീഡർ മെയിൻറ്റെയിൻസ് പേഴ്സണൽ റിലേഷൻസ് ആൻഡ് ഹെൽപ്സ് ഫോളോവേഴ്സ് ഇൻ ഫുൾഫില്ലിംഗ് ദെയർ നീഡ്സ്. ഒരു ലീഡർ എന്തിനു വേണ്ടി ശ്രമിക്കുന്നു? ഫോളോവേഴ്സുമായിട്ട് നല്ല വ്യക്തിബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്നു. അതിലൂടെ
അവരുടെ ആവശ്യങ്ങളെ ഫുൾഫിൽ ചെയ്യാനും അയാൾ ശ്രമിക്കുന്നു. ഹി പ്രൊവൈഡ്സ് നീഡഡ് കോൺഫിഡൻസ്. ഓരോ ഫോളോവർക്കും അല്ലെങ്കിൽ ഓരോ സബോർഡിനേറ്റ്സിനും ആവശ്യമായ ആത്മവിശ്വാസം അയാൾ നൽകുന്നു. അതിൻ്റെ കൂടെ എന്തുകൂടി സപ്പോർട്ട്, അവർക്ക് സപ്പോർട്ട് നൽകുന്നു. ആൻഡ് എൻകറേജ്മെന്റ്, അവർക്ക് പ്രോത്സാഹനം നൽകുന്നു. ആൻഡ് ദെർബൈ ക്രിയേറ്റ് കൺജീനിയൽ വർക്ക് എൻവയോൺമെന്റ്, അതിലൂടെ നല്ലൊരു തൊഴിൽ സാഹചര്യം അയാൾ ഉണ്ടാക്കിയെടുക്കുന്നു സ്ഥാപനത്തിൽ. അപ്പോൾ ലീഡർഷിപ്പിന്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ് ഇതെന്ന് പറയുന്നത് മെയിൻറ്റെയിൻ പേഴ്സണൽ റിലേഷൻസ്. വ്യക്തിബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കുക ലീഡർഷിപ്പിന്റെ ഒരു കഴിവാണ്, അത് ലീഡർഷിപ്പിന്റെ ഒരു പ്രാധാന്യവുമാണ്. ഇൻട്രൊഡ്യൂസ് ചേഞ്ചസ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊരു സ്ഥാപനത്തിലും അവിഭാജ്യമായ ഒരു ഘടകമാണ് ഇതെന്ന് പറയുന്നത് മാറ്റങ്ങൾ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സ്ഥാപനത്തിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും. പക്ഷെ മാറ്റം എതിർക്കപ്പെടുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു ശൈലിയാണ് സബോർഡിനേറ്റ്സിന്റെ. ഈ എതിർക്കലിനെ അനുനയത്തിലൂടെ മാറ്റിയെടുത്ത് ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളിക്കാൻ അല്ലെങ്കിൽ ആ മാറ്റങ്ങൾ സ്ഥാപനത്തിൽ നടപ്പിൽ വരുത്തണമെങ്കിൽ ഈ അനുയായികളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് ആ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ലീഡർഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമായ മാറ്റങ്ങൾ സ്ഥാപനത്തിൽ കൊണ്ടുവരാൻ ഒരു ലീഡർക്ക് കഴിയുന്നു എന്നാണ് ഇൻട്രൊഡ്യൂസ് ചേഞ്ചസ് എന്നുള്ള പോയിന്റ് പറയുന്നത്. അപ്പോൾ ലീഡർ പ്ലേസ് എ കീ റോൾ ഇൻ ഇൻട്രൊഡ്യൂസിംഗ് റിക്വയർഡ് ചേഞ്ചസ് ഇൻ ദി ഓർഗനൈസേഷൻ. He persuades, clarifies and inspire people to accept changes wholeheartedly. നോക്കൂ, ലീഡർ പ്ലേസ് എ കീ റോൾ. ലീഡർ വളരെ വ്യക്തമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്തില്? ഇൻ ഇൻട്രൊഡ്യൂസിംഗ് റിക്വയർഡ് ചേഞ്ചസ് ഇൻ ദി ഓർഗനൈസേഷൻ. സ്ഥാപനത്തിലും ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലീഡർക്ക് കൃത്യമായ ഒരു റോൾ ഉണ്ടായിരിക്കും. അയാൾ എന്ത് ചെയ്യുന്നു? ഹി പെർസ്വേഡ്, സ്വാധീനിക്കുന്നു. ക്ലാരിഫൈ, ക്ലിയർ ആക്കി കൊടുക്കുന്നു. ഇൻസ്പയർ, പ്രചോദിപ്പിക്കുന്നു. എന്തിലേക്ക്? പീപ്പിൾ ടു ആക്സെപ്റ്റ് ചേഞ്ചസ് ഹോൾഹാർട്ടഡ്ലി. സ്വമേധയാ അല്ലെങ്കിൽ എന്താ പറയാ ഹൃദയപൂർവ്വം മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ അതിനുവേണ്ട ഒരു സാഹചര്യം ഒരുക്കാൻ ഈ ലീഡർഷിപ്പ് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഹാൻഡിൽ കോൺഫ്ലിക്ട്സ് എഫക്റ്റീവ്ലി. സബോർഡിനേറ്റ്സിന്റെ അല്ലെങ്കിൽ ഫോളോവേഴ്സിന്റെ ഇടയിലുള്ള തർക്കങ്ങളൊക്കെ ഈ ലീഡർക്ക് എന്ത് ചെയ്യാൻ കഴിയും? പോസിറ്റീവായിട്ട് വളരെ എന്താ പറയുക ചാരുതയോട് കൂടി അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിലൊക്കെ ഇടപെട്ട് അതില്ലായ്മ ചെയ്യാൻ കഴിയുന്നതാണ്. A leader handle conflicts effectively and does not allow adverse effect resulting from the conflict. ഈ ഫോളോവേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവുന്ന തർക്കങ്ങളെയൊക്കെ വളരെ ഫലപ്രദമായി കൈകാര്യം ചെയ്ത് അതില്ലായ്മ ചെയ്ത് അതൊരിക്കലും സ്ഥാപനത്തിന് ദോഷകരമായ രീതിയിൽ ബാധിക്കാത്ത രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആർക്ക് കഴിയുന്നു എന്നാണ് പറയുന്നത്? ലീഡർഷിപ്പിന് അല്ലെങ്കിൽ നല്ലൊരു നേതാവിന് കഴിയുന്നു എന്നാണ് അവിടെ പറയുന്നത്. ഹാൻഡിൽ കോൺഫ്ലിക്ട്സ് എഫക്റ്റീവ്ലി. അടുത്ത് പറയുന്നു പ്രൊവൈഡ്സ് ട്രെയിനിങ് ടു സബോർഡിനേറ്റ്സ്. നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ലീഡർക്ക് എന്ത് ചെയ്യാൻ കഴിയും? സബോർഡിനേറ്റ്സിന് ആവശ്യമായ ട്രെയിനിങ് നൽകാൻ കഴിയും എന്നാ പറയുന്നത്. എ ലീഡർ പ്രൊവൈഡ്സ് ട്രെയിനിങ് ടു their subordinates. He always built up his successor and helps in smooth succession process. അപ്പോ സബോർഡിനേറ്റ്സിന് അല്ലെങ്കിൽ ഫോളോവേഴ്സിന് കൃത്യമായ ട്രെയിനിങ് നൽകിക്കൊണ്ട് അയാളുടെ പിന്തുടർച്ച അടുത്ത ഒരു ലീഡറിലേക്ക് ആര് എന്നതിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു ലീഡറെ ഉയർത്തിക്കൊണ്ടുവരുവാനും ഈ ലീഡർഷിപ്പിന് കഴിയുന്നു എന്നാണ് പറയുന്നത്. ഒരു ലീഡർ കഴിയുമ്പോൾ മറ്റൊരു ലീഡർ വരണം. ആ ലീഡർ ആര് എന്നതും അവരെ അതിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതും ഒരു ലീഡർ ട്രെയിനിങ്ങിലൂടെ ചെയ്തെടുക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോ മാനേജർ ഒരു ലീഡർ ആയിരിക്കും, സബോർഡിനേറ്റ്സിന് എന്ത് ചെയ്തിരിക്കും? ട്രെയിനിങ് കൊടുക്കണം. അടുത്തൊരു മാനേജർ ആര് എന്നുള്ളതിലേക്ക് മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരാനും അയാൾ ശ്രമിക്കണം എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് പറയേണ്ടത് അല്ലെങ്കിൽ പറയാനുള്ളത് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ. ഒരു നല്ല ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തെല്ലാം, അയാളുടെ സവിശേഷതകൾ എന്തെല്ലാം എന്നാണ് പറയുന്നത്. അത് വളരെ ഈസി ടോപ്പിക്കാണ്, പക്ഷേ ഇത് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ. അപ്പൊ നോക്കൂ, ഒരു ലീഡർ എങ്ങനെയായിരിക്കണം എന്നാണ്. ഫിസിക്കൽ ഫീച്ചേഴ്സ് ലൈക്ക് ഹൈറ്റ്, വെയിറ്റ്, ഹെൽത്ത്, അപ്പിയറൻസ് ഡിറ്റർമിൻ the physical personality of an individual. It is believed that good physical feature attract people. അവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നല്ലൊരു ലീഡർക്ക് നല്ലൊരു ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം, ഹൈറ്റ് ഉണ്ടായിരിക്കണം, വെയിറ്റ് ഉണ്ടായിരിക്കണം, ഒരു ഗുഡ് പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഇതൊരു കോമൺ ക്രൈറ്റീരിയയാണ് പറയുന്നത്. ഇതില്ലാത്തയും എത്രയോ വ്യക്തികൾ നല്ല ലീഡേഴ്സ് ആയിട്ടുണ്ട്. ഇപ്പൊ ഗാന്ധിജി ഭയങ്കര ഹൈറ്റും വെയിറ്റും ഒരു അജാനുഭാവം എന്നല്ല, എന്നാലും അയാൾ ആരായിരുന്നു? ഏറ്റവും നല്ലൊരു ഗുഡ് ലീഡർ ആയിരുന്നു. അപ്പോ പൊതുവേ വേണ്ട ഒരു ക്വാളിറ്റിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരു ഗുഡ് ലീഡർ ആവണമെങ്കിൽ എന്തായിരിക്കണം? സബോർഡിനേറ്റ്സിന് ഫോളോവേഴ്സിന് അയാൾ അംഗീകരിക്കണമെങ്കിൽ അവരുടെ ഇടയിൽ എങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരിക്കണം? നല്ല ഫിസിക്കൽ ഫീച്ചേഴ്സ്, ഹൈറ്റ്, വെയിറ്റ്, പേഴ്സണാലിറ്റി, ഹെൽത്ത് ഒക്കെ ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഫിസിക്കൽ ഫീച്ചേഴ്സ്.
പിന്നെ ഉണ്ടായിരിക്കേണ്ടത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിവ്, നോളജ്. ഒരു നല്ല ലീഡർ എങ്ങനെയുള്ള ഒരാളായിരിക്കണം? നല്ല അറിവുള്ള ഒരു വ്യക്തിയായിരിക്കണം. എ ഗുഡ് ലീഡർ ഷുഡ് ഹാവ് റിക്വയർഡ് നോളജ് ആൻഡ് കോമ്പിറ്റൻസ്. നല്ല അറിവും കഴിവും ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. ഓൺലി സച്ച് പേഴ്സൺ ക്യാൻ ഇൻസ്ട്രക്ട് സബോർഡിനേറ്റ്സ് കറക്റ്റ്ലി ആൻഡ് ഇൻഫ്ലുവൻസ് ദം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? സബോർഡിനേറ്റ്സിനെ ഇൻസ്ട്രക്ട് ചെയ്യാനും അവരെ കറക്റ്റ് ചെയ്യാനും അവരെ സ്വാധീനിക്കാനും കഴിയൂ. അത് ഈസി അല്ലേ? നോളജ്, അറിവുള്ള ഒരു വ്യക്തിയായിരിക്കണം ആര്? ഒരു ഗുഡ് ലീഡർ. ഓക്കെ, അത് കറക്റ്റാണ്. ഇന്റഗ്രിറ്റി, സത്യസന്ധത. പിന്നെ ലീഡർക്ക് ഉണ്ടായിരിക്കുന്ന മറ്റൊരു ക്വാളിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? സത്യസന്ധത. ഗാന്ധിജി അറിയപ്പെടുന്നത് തന്നെ അയാളുടെ സത്യസന്ധതയിലൂടെയാണ്. നോക്കൂ, എ ലീഡർ ഷുഡ് പൊസസ് ഹൈ ലെവൽ ഓഫ് ഇന്റഗ്രിറ്റി ആൻഡ് ഹോണസ്റ്റി. ഹി ഷുഡ് ബി എ റോൾ മോഡൽ ടു അതേഴ്സ് റിഗാർഡിംഗ് ദ എത്തിക്സ് ആൻഡ് വാല്യൂസ്. നോക്കൂ, ലീഡർ ഷുഡ് പൊസസ് ഹൈ ലെവൽ ഓഫ് ഇന്റഗ്രിറ്റി ആൻഡ് ഹോണസ്റ്റി. നല്ല സത്യസന്ധനായ ഒരു വ്യക്തിയായിരിക്കണം ആരെന്ന് പറയുന്നത്? ഒരു ലീഡർ എന്ന് പറയുന്നത്. ഹി ഷുഡ് ബി എ റോൾ മോഡൽ ടു അതേഴ്സ്. മറ്റുള്ളവർക്ക് ഒരു റോൾ മോഡൽ കൂടിയായിരിക്കണം അയാൾ. റിഗാർഡിംഗ് ദ എത്തിക്സ് ആൻഡ് വാല്യൂസ്. സത്യസന്ധതയിൽ മറ്റുള്ളവർക്ക് ഒരു റോൾ മോഡൽ കൂടിയായിരിക്കണം ആരെന്ന് പറയുന്നത്? ഒരു നല്ല ലീഡർ എന്ന് പറയുന്നത്. അടുത്തത് ഇനീഷ്യേറ്റീവ് എന്ന് വെച്ചാൽ മുൻകൈ എടുക്കാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയായിരിക്കണം. മറ്റുള്ളവരെക്കാൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ അതാണ്. എ ലീഡർ ഷുഡ് ഹാവ് കറേജ് ആൻഡ് ഇനീഷ്യേറ്റീവ്. അയാൾക്ക് ധൈര്യം ഉണ്ടായിരിക്കണം, മുൻകൈ എടുക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. He should not wait for opportunities come to his way. Rather, he should grab the opportunity and use it to the advantage of the organization. ഒരു നല്ല ലീഡർ എങ്ങനെയായിരിക്കണം? അവസരങ്ങൾ അയാളുടെ വഴിയിലേക്ക് വരുന്നത് കാത്തു നിൽക്കാതെ അവസരങ്ങളെ ഗ്രാബ്, എത്തിപ്പിടിക്കുന്നവനായിരിക്കണം. അല്ലെങ്കിൽ എന്താ പറയാ, സ്വയം കണ്ടെത്താൻ ശ്രമിക്കുന്നതിനായിരിക്കും. അവസരങ്ങൾ അയാൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ അവസരങ്ങൾ വരുന്നത് നോക്കി നിൽക്കുന്ന ഒരാളായിരിക്കരുത് ഒരു നല്ല ലീഡർ എന്ന് പറയുന്നത്. അപ്പോൾ അവസരങ്ങൾ ഉണ്ടാക്കി സ്ഥാപനത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കണം ഒരു നല്ല ലീഡർ. അതാണ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ പിന്നെ ലീഡർക്ക് ഉണ്ടായിരിക്കുന്ന മറ്റൊരു കാര്യമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഒരു നല്ല ലീഡർ എങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കണം? നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. ആശയവിനിമയ പാഠവുമുള്ള ഒരു വ്യക്തിയായിരിക്കണം ആരെന്ന് പറയുന്നത്? നല്ലൊരു ലീഡർ എന്ന് പറയുന്നത്. എ ലീഡർ ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കണം ഒരു ഗുഡ് ലീഡർ. ഹി ഷുഡ് ഹാവ് ദ കപ്പാസിറ്റി ടു ക്ലിയർലി എക്സ്പ്ലെയിൻ ഹിസ് ഐഡിയാസ് ആൻഡ് മേക്ക് ദ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് ഐഡിയാസ്. അയാൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കണം? അയാളുടെ ആശയങ്ങളെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനും അതും ആ ആശയങ്ങൾ മറ്റുള്ളവരെ, അനുയായികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം. He should be not only good speaker but a good listener, teacher, counselor and a persuader. അയാളൊരു സ്പീക്കർ മാത്രമാവരുത്, അങ്ങോട്ട് പറയുന്ന ഒരു വ്യക്തി മാത്രമാവരുത്. പക്ഷെ എങ്ങനെയായിരിക്കണം? അയാൾ മറ്റുള്ള അനുയായികളെ കേൾക്കാൻ തയ്യാറുള്ളവനായിരിക്കണം. അയാളെ ഒരു നല്ല ടീച്ചർ ആയിരിക്കണം, ഒരു കൗൺസിലർ ആയിരിക്കണം, ഒരു പെർസ്വേഡർ, മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കണം. സോറി ഫോർ ദ ഇന്ററപ്ഷൻ. അപ്പോ ഒരു ഗുഡ് ലീഡർ എങ്ങനെയുള്ള വ്യക്തിയായിരിക്കണം? കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരു വ്യക്തിയായിരിക്കണം. പിന്നെ അയാൾക്കുണ്ടായിരിക്കുന്ന മറ്റൊരു കഴിവാണ് മോട്ടിവേഷൻ സ്കിൽ. A leader should be an effective motivator. He should understand the need of people and motivate them through satisfying their need. ഒരു ലീഡർ എങ്ങനെയായിരിക്കണം? ഷുഡ് ബി എഫക്റ്റീവ് മോട്ടിവേറ്റർ. അയാൾ നല്ല മോട്ടിവേറ്റർ ആയിരിക്കണം. മറ്റുള്ളവരുടെ സ്വഭാവത്തെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം. മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവണം. ഹി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ നീഡ് ഓഫ് പീപ്പിൾ. മറ്റുള്ളവരുടെ ആവശ്യം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരിക്കണം. ആൻഡ് മോട്ടിവേറ്റ് ദം ത്രൂ സാറ്റിസ്ഫൈങ് ദെയർ നീഡ്. അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അവരെ എന്ത് ചെയ്യാൻ കഴിയണം? പ്രചോദിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം ഒരു ഗുഡ് ലീഡർ എന്ന് പറയുന്നത്. അപ്പം മോട്ടിവേഷനൊക്കെ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്താണ്. അപ്പോൾ ലീഡർക്ക് എന്തുണ്ടായിരിക്കണം? ഒരു മോട്ടിവേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഉണ്ടായിരിക്കേണ്ട ഒരു കഴിവ് സെൽഫ് കോൺഫിഡൻസ്. ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയായിരിക്കണം. എ ലീഡർ ഷുഡ് ഹാവ് ഹൈ ലെവൽ ഓഫ് സെൽഫ് കോൺഫിഡൻസ്. ഒരു ലീഡർക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ഹി ഷുഡ് നോട്ട് ലൂസ് ഹിസ് കോൺഫിഡൻസ് ഈവൻ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടൈം. എത്ര വിഷമകരമായ സാഹചര്യം വന്നാലും അയാളുടെ ആത്മവിശ്വാസം അയാൾ കൈവെടിയരുത്. ഇൻഫാക്ട് ഇഫ് ദ ലീഡർ ലാക്ക് ഓഫ് കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ്, ഹി ക്യാൻ നോട്ട് പ്രൊവൈഡ് കോൺഫിഡൻസ് ടു ഫോളോവേഴ്സ്. അതേസമയം ഏതെങ്കിലും എന്താ പറയാ, ഈ
വിഷമഘട്ടത്തിൽ അയാളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും സബോർഡിനേറ്റ്സിന് എന്തുണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല, കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ലീഡർ എങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കണം? സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കണം എന്നാണ് പറയുന്നത്. ശരി, അടുത്ത പോയിന്റ്. ഡിസിസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള, ഉറച്ച തീരുമാനം എടുക്കാനുള്ള കഴിവിനെയാണ് ഡിസിസീവ്നെസ് എന്ന് പറയുന്നത്. A leader should be decisive in managing the work. Once he is convinced about a fact, he should be firm and should not change opinion frequently. ഉറച്ച തീരുമാനം എടുക്കണം. ഒരു കൃത്യമായ ഒരു ഫാക്ട് അയാൾക്ക് കൺവിൻസ് ചെയ്താൽ, അയാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അയാൾ പിന്നെ ഒരിക്കലും എന്ത് ചെയ്യരുത്? അയാളുടെ അഭിപ്രായങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാവരുത്. കൃത്യമായ ഉറച്ച തീരുമാനമെടുത്ത് അതിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കണം ഒരു ഗുഡ് ലീഡർ എന്ന് പറയുന്നത്. അതിനെയാണ് ഡിസിസീവ്നെസ് എന്ന് പറയുന്നത്. സോഷ്യൽ സ്കിൽ, പിന്നെ ഒരു ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു കഴിവാണ് ഏതെന്ന് പറയുന്നത് സോഷ്യൽ സ്കിൽ. ഫോളോവേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു സാമൂഹിക ബന്ധം അയാൾ ഉണ്ടാക്കിയിരിക്കുക. എ ലീഡർ ഷുഡ് ബി സോഷ്യബിൾ ആൻഡ് ഫ്രണ്ട്ലി വിത്ത് ഹിസ് കൊളീഗ്സ് ആൻഡ് ഫോളോവേഴ്സ്. അയാളുടെ കൊളീഗ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് ആയിട്ട് അയാൾ എങ്ങനെയായിരിക്കണം? സോഷ്യബിൾ ആയിരിക്കണം, ഫ്രണ്ട്ലി ആയിരിക്കണം. അതിനെയാണ് സോഷ്യൽ സ്കിൽ എന്ന് പറയുന്നത്. ഹി ഷുഡ് അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ ആൻഡ് മെയിൻറ്റെയിൻ ഗുഡ് ഹ്യൂമൻ റിലേഷൻ വിത്ത് ദം. അയാളുടെ ഫോളോവേഴ്സിനൊക്കെ അയാൾ മനസ്സിലാക്കിയിരിക്കണം, അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കണം. ഇതാണ് സോഷ്യൽ സ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതോടുകൂടി എന്താണ് പിന്നെ ഒരു ലീഡറുടെ ക്വാളിറ്റീസ്, ഇത്രയും ക്വാളിറ്റീസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും ഒരു ഗുഡ് ലീഡർ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഈ ടോപ്പിക് പലതവണ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ, ഇത് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ നല്ലൊരു ലീഡറെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ മഹാത്മാഗാന്ധി, അയാളെ കുറിച്ച് വായിക്കുക, മഹാത്മാഗാന്ധിയെ മനസ്സിൽ വെക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന്. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ. ഗാന്ധിജിയെ നമുക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പോയിന്റുകൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ഇനി ലീഡർഷിപ്പ് സ്റ്റൈൽ, ഇതും കൂടിയാണ് ഈ ടോപ്പിക്കിൽ വരുന്നത്. 3 സ്റ്റൈലാണുള്ളത്. അത് വളരെ സിമ്പിളാണ്, പക്ഷേ ഇത് പരീക്ഷയ്ക്ക് എടുത്ത് ചോദിക്കുന്നതാണ്. 3 ശൈലികൾ ഞാനൊന്ന് പറയാം. ഒന്ന്, ഏകാധിപത്യ ശൈലി, ഞാൻ പറയുന്നത് കേൾക്കുക എന്നുള്ള തരത്തിലുള്ള ലീഡേഴ്സ്. ഫോളോവേഴ്സ് അവരുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നും ചോദിക്കില്ല, ഞാനാണ് എന്ന് വെച്ചാൽ ഒരു ഹിറ്റ്ലർ സ്റ്റൈൽ, ഏകാധിപതി. സച്ച് ടൈപ്പ് ഓഫ് ലീഡേഴ്സിന് പറയുന്ന പേരാണ് ഓട്ടോക്രാറ്റിക് ഓർ അതോറിറ്റേറിയൻ ലീഡർ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അയാളോട് തിരിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചില മാനേജേഴ്സ് അങ്ങനെയാണ്. ഡു ഇറ്റ് വാട്ട് ഐ സേ, ഞാൻ പറയുന്നത് എന്തോ അതനുസരിക്കും, ഇങ്ങോട്ട് തിരിച്ചൊന്നും പറയണ്ട എന്നുള്ള ശൈലിയിലുള്ള മാനേജേഴ്സ് ആണ് ഏത് എന്ന് പറയുന്നത് ഓട്ടോക്രാറ്റിക് ഓർ അതോറിറ്റേറിയൻ ലീഡർ. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക് ഡിസിഷൻ എടുക്കാനും ക്വിക്ക് ആക്ഷൻ എടുക്കാനും കഴിയും. പക്ഷേ സബോർഡിനേറ്റ്സ് ഒരിക്കലും എന്തായിരിക്കില്ല? ഇനീഷ്യേറ്റീവ് ആയിരിക്കില്ല, മോട്ടിവേറ്റഡ് ആയിരിക്കില്ല. അതാണ് ഈ ലീഡർഷിപ്പ് ശൈലിയുടെ പ്രത്യേകത. അപ്പൊ എന്താണ് ഓട്ടോക്രാറ്റിക് ഓർ അതോറിറ്റേറിയൻ ലീഡർ? An autocratic leader gives orders and expects his subordinates to obey those orders. Here the communication is one way with subordinates only acting according to the command given by the chief. നോക്കൂ, ഇവിടെ autocratic leader give orders and expect his subordinates to obey these orders. ആജ്ഞ കൊടുക്കുക, ആ ആജ്ഞ അനുസരിക്കുക എന്നത് മാത്രമാണ് ഈ ലീഡർഷിപ്പ് സ്റ്റൈല്. ഹിയർ ദ കമ്മ്യൂണിക്കേഷൻ ഈസ് വൺ വേ. അങ്ങോട്ട് പറയുന്നത് മാത്രമേ, അങ്ങോട്ട് പറയാൻ മാത്രമേ പറ്റൂ, ഇങ്ങോട്ട് പറയുന്നതൊന്നും കേൾക്കാൻ അയാൾ വില്ലിംഗ് ആവില്ല വിത്ത് സബോർഡിനേറ്റ്സ്. ഓൺലി ആക്ടിങ് അക്കോർഡിംഗ് ടു ദ കമാൻഡ് ഗിവൺ ബൈ ദ ചീഫ്. ചീഫ് എന്ത് കമാൻഡ് കൊടുക്കുന്നോ അത് അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ വരുന്നത്. ഇതൊരു തരത്തിൽ പറഞ്ഞ ഒരു മിലിറ്ററി സ്റ്റൈലാണ്. മിലിറ്ററിയിൽ കമാൻഡ് കൊടുക്കുന്നു, അത് അനുസരിക്കുന്നു എന്നത് മാത്രം. അത്തരത്തിലുള്ള മിലിറ്ററിയൻ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ചില മാനേജേഴ്സ് ചില സ്ഥാപനങ്ങളിൽ ഫോളോ ചെയ്യുക. അതിന് ഗുണങ്ങളുണ്ട്, അതിൻ്റെതായ ദോഷങ്ങളുണ്ട്. അത്തരം ലീഡേഴ്സിനെ പറയുന്ന പേരാണ് ഓട്ടോക്രാറ്റിക് ഓർ അതോറിറ്റേറിയൻ ലീഡർ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ഡെമോക്രാറ്റിക് ഓർ പാർട്ടിസിപ്പേറ്റീവ് ലീഡർ. മോസ്റ്റ് ഓഫ് ദി ലീഡേഴ്സ് ഇങ്ങനെയായിരിക്കും. ഡെമോക്രാറ്റിക് എന്ന് വെച്ചാൽ ഈ സബോർഡിനേറ്റ്സിന്റെ അല്ലെങ്കിൽ ഫോളോവേഴ്സിന്റെ കൂടി അഭിപ്രായങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് അവർക്കും കുറച്ച് അധികാരങ്ങൾ കൈമാറിക്കൊണ്ട് അവർക്ക് വർക്കിനുള്ള കുറച്ച് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന ലീഡേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ഓർ പാർട്ടിസിപ്പേറ്റീവ് ലീഡർ എന്ന് പറയാം. നോക്കൂ, എ ഡെമോക്രാറ്റിക് ലീഡർ വിൽ ഡെവലപ്പ് ആക്ഷൻ പ്ലാൻ ആൻഡ് മേക്സ് ഡിസിഷൻസ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഹിസ് സബോർഡിനേറ്റ്സ്. ഹി വിൽ എൻകറേജ് ദം ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. This kind of leadership style is more common. നോക്കൂ, a democratic leader will develop action plans and make decisions in consultation with his subordinates.
ഒരു ഡെമോക്രാറ്റിക് ലീഡർ എങ്ങനെയാണെന്നാ പറഞ്ഞത്, ആക്ഷൻ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഈ സബോർഡിനേറ്റ്സിനോട് അല്ലെങ്കിൽ ഫോളോവേഴ്സിനോട് ഡിസ്കസ് ചെയ്ത് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം. ഹി വിൽ എൻകറേജ് ദം, അവരെ പ്രചോദിപ്പിക്കും. പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയിൽ മറ്റുള്ളവരെ കൂടി ഫോളോവേഴ്സിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇയാൾ എന്ത് ചെയ്യുക, അയാളുടെ ലീഡർഷിപ്പ് സ്റ്റൈല് ഉപയോഗപ്പെടുത്തുന്നുണ്ടായിരിക്കുക. ദിസ് കൈൻഡ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഈസ് മോർ കോമൺ. ഇത്തരത്തിലുള്ള ലീഡർഷിപ്സ് ആയിരിക്കും സമൂഹത്തിൽ കൂടുതലായിട്ട് അല്ലെങ്കിൽ പല സ്ഥാപനത്തിലും കൂടുതൽ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. പിന്നെ മൂന്നാമത്തെ ലേസസ് ഫെയർ ഓർ ഫ്രീ റെയിൻ ലീഡർ. ലേസസ് ഫെയർ എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോക്രാറ്റിന്റെ ഫസ്റ്റ് പഠിച്ച ഓട്ടോക്രാറ്റിന് നേരെ ഓപ്പോസിറ്റ് എന്നുവെച്ചാൽ എല്ലാ കംപ്ലീറ്റ് ഫ്രീഡം സബോർഡിനേറ്റ്സിന് കൊടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ എന്നുള്ള ശൈലിയിലുള്ള ഒരു ലീഡർഷിപ്പാണ് ഏതെന്ന് പറയുന്നത് ലേസസ് ഫെയർ എന്ന് പറയുന്നത്. ഹിയർ ദ ലീഡർ ഗിവ് ദ ഫോളോവേഴ്സ് ഹൈ ഡിഗ്രി ഓഫ് ഇൻഡിപെൻഡൻസ് ടു ഫോർമുലേറ്റ് ദെയർ ഓൺ ഒബ്ജക്റ്റീവ് ആൻഡ് വേസ് ടു അച്ചീവ് ദം. സബോർഡിനേറ്റ്സിന് അവരുടെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കാനും അത് അക്കംപ്ലിഷ് ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം കൊടുക്കുന്ന തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഇതെന്ന് പറയുന്നത് ലേസസ് ഫെയർ എന്ന് പറയുന്നത്. ദ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് വർക്ക് ഓൺ ദെയർ ഓൺ ടാസ്ക് റിസോൾവിംഗ് ഇഷ്യൂസ് ദംസെൽഫ്. അവർ അവരുടെ ശൈലിയിൽ വർക്ക് ചെയ്യുന്നു, അവർ പ്രശ്നങ്ങൾ അവർ തന്നെ സ്വയം എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. ദ മാനേജർ ഈസ് ദർ ഈസ് ഓൺലി എ സപ്പോർട്ട് ദം. മാനേജർ അവിടെ ആര് മാത്രമാണ്, ഒരു സപ്പോർട്ട് റോൾ മാത്രമാണ്. ആൻഡ് സപ്ലൈ ദം റിക്വയർഡ് ഇൻഫർമേഷൻ, ആവശ്യമായ ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ടു കംപ്ലീറ്റ് ദ ടാസ്ക് അസൈൻഡ്, ആ ടാസ്കുമായി ബന്ധപ്പെട്ട ആവശ്യമായ ഇൻഫർമേഷൻ കൊടുക്കുന്നു എന്നതൊഴികെ അയാൾക്ക് മാനേജർക്ക് അതിലൊരു റോളും ഉണ്ടാവില്ല. ഫുൾ ഫ്രീഡം ആർക്ക് മാത്രമായിരിക്കും, സബോർഡിനേറ്റ്സിനായിരിക്കും. അത്രയും ലീഡേഴ്സിനെയാണ് എന്ന് പറയാം ലേസസ് ഫെയർ ലീഡർ എന്ന് പറയാം. പക്ഷേ ഇതെല്ലായ്പ്പോഴും എന്തായിക്കൊള്ളുന്നില്ല, സ്ഥാപനത്തിന് ഗുണകരമായിക്കൊള്ളണം എന്നില്ല. ഇത് മൂന്നാണ് ഇതെന്ന് പറയുന്നത് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇതോടുകൂടി ലീഡർഷിപ്പ് എന്നുള്ള ടോപ്പിക്ക് കഴിയാണ്. നോക്കൂ, ഓട്ടോക്രാറ്റിക്, ലേസസ് ഫെയർ, ഡെമോക്രാറ്റിക്. ഇതിൽ ഏതാണ് ബെസ്റ്റ് ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് ആണ് ഏറ്റവും നല്ലത്. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ ഇത് ഏത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ മെജോറിറ്റി ലീഡേഴ്സ് ആരാണ്, ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ആണ്. പിന്നെ ലേസസ് ഫെയർ ആകുമ്പോൾ സബോർഡിനേറ്റ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൂടുതലായിരിക്കും. പക്ഷെ അത് ചിലപ്പോൾ സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓട്ടോക്രാറ്റിക് ആകുമ്പോൾ ഒരു മിലിറ്ററി ടൈപ്പ് ആയിരിക്കും. അവിടെ സബോർഡിനേറ്റ്സിന് എന്തില്ല, ഒരു റോളും ഇല്ല മാനേജ്മെന്റിലോ ലീഡർഷിപ്പിലോ. അപ്പൊ ഇത്രയാണ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഉള്ളത്. ഇതോടുകൂടി ഡയറക്റ്റിംഗ് എന്നുള്ള ടോപ്പിക്കിലെ മൂന്നാമത്തെ എലമെന്റ് പിന്നെ ലീഡർഷിപ്പ് കൂടി അവസാനിക്കുകയാണ്. ഇനി നമുക്ക് കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് ഇതിൽ ചർച്ച ചെയ്യാനുള്ളത്. അത് അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ലീഡർഷിപ്പ്, ലീഡർ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഓരോ പോയിന്റുകളും അവ്യക്തതയുള്ളത് വീണ്ടും വീഡിയോ കാണുക. പിന്നെ എന്നിട്ട് മനസ്സിലാവാത്തത് നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം കേട്ടോ. എന്നിട്ട് സംശയ നിവാരണം നടത്താം, നമുക്ക് ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യാം. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൗകര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സുകളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം മാറി നമ്മുടെ റെഗുലർ വർക്കിങ്ങിലേക്ക് വരാം എന്ന് വിചാരിക്കുന്നു. അത് എന്ന് വരുമെന്ന് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ഇതെല്ലാം കഴിഞ്ഞ് കൃത്യമായി ആദ്യം മുതൽ ഒരു ക്ലാസ് എടുക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഈ അക്കാഡമിക് ഇയറിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് കൂടി വരികയാണ്. ഓരോരുത്തരും സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ക്ലാസ്സുകൾ ഇങ്ങനെ കിട്ടുന്ന ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് നിങ്ങൾ സ്വയം പഠിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് നടത്തുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.